ഷോർട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത നമ്മുടെ പാർട്ട് 8 ആണ്. ഇന്ന് നമ്മൾ വേറൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചേഴ്സ്. അതായത് വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എന്തായിരുന്നു, ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, ഫ്രാക്ഷൻ തന്നിട്ട് നമ്മളോട് വൃത്തം വരയ്ക്കാൻ, സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡിഗ്രി അറിയേണ്ട, ആ കോൺ അളവ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. അപ്പോൾ ആ 3/8 നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. ഓക്കെ, ഇനി ആ ഡിവൈഡഡ് ബൈ 8 നമുക്ക് എന്ത് ചെയ്യാം, 360ൻ്റെ അടിയിലേക്ക് കൊടുക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ 360നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുക മക്കളെ? 36ൽ 4 ടൈംസ് 32 എന്ന് കിട്ടുന്നു. ബാക്കി 4 0 ഇറക്കി എഴുതി. 40ൽ 5 ടൈംസ്, അങ്ങനെ 40 റിമൈൻഡർ 0 കിട്ടി. അതായത് ആൻസർ 45 ഡിഗ്രി എന്ന് ഇവിടെ കിട്ടി. അതായത് 3 × 45 3 × 45 ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ഇവിടെ 45 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. മിസ് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസ് എടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, ഒരു വൃത്തം വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് റേഡിയസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുത്തിട്ട് 45 ഡിഗ്രി വെച്ചിട്ട് ഒന്ന് നിങ്ങൾ ഈ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് നോക്ക്. 45 ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സർക്കിളിനെ നിങ്ങൾക്ക് 8 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 45 മാർക്ക് ചെയ്തു. 45 90 അല്ലേ, സോ 90 ഇവിടെ മാർക്ക് ചെയ്തു. 135, ഇതാ ഇവിടെ 180. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മിസ് കാണിച്ചു തരാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 8 ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ മിസ് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളിതാ ഈ വരകളൊക്കെ നീട്ടി വരച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും. അപ്പോൾ മിസ് ഇവിടെ എന്താ ചെയ്തത്, ഇതിനെല്ലാത്തിനെയും 45 ഡിഗ്രി വെച്ചിട്ട് വരച്ചു. എല്ലാം എത്രയാണ് മക്കളെ, 45 ഡിഗ്രിയാണ്. നമ്മളോട് എന്താണ്, 3/8 ഭാഗത്തിന്, അല്ലാതെ 8ൽ 3 ഭാഗത്തിന് കളർ കൊടുക്കാനല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും എടുത്തിട്ട്, ഏതെങ്കിലും 3 ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും 3 ഭാഗം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതെന്തായിരിക്കും, 3/8 അല്ലേ. ഇനി ഇങ്ങനെ വേണേൽ ചെയ്യാം. ഈ 45 മൂന്നും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 135 എന്ന് കിട്ടും. അതായത് 3 × 45 എന്ന് പറഞ്ഞാൽ 135 ആണ്. ഒന്നെങ്കിൽ 135 ഒറ്റയടിക്ക് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ 8 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് അതിൽ 3 ഷെയ്ഡ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ 2/5 ഭാഗം ഒന്ന് എടുത്ത് ഷെയ്ഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിലൂടെ പഠിക്കാം.